പ്രിയപ്പെട്ടവരെ, വീണ്ടും വൈറ്റ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമുക്ക് 7th ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്നുകൂടെ നോക്കാം. ഉള്ളത് എങ്ങനെയാണ് ഈ ബാക്ടീരിയയെ കൊണ്ട് ഇൻസുലിൻ നിർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇൻസുലിൻ നിർമ്മിക്കാനുള്ള കഴിവ് ഹ്യൂമൻ ജീനുകൾക്കാണുള്ളത്, നമ്മുടെ ശരീരത്തിലുള്ള ജീനിനുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്കൊരു ബാക്ടീരിയയെ കൊണ്ട് മനുഷ്യരുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഇൻസുലിൻ നിർമ്മിക്കാം. അതിന് ജെനറ്റിക്സിലെ ആധുനിക സങ്കേതങ്ങൾ ബയോടെക്നോളജിയിലൂടെ എങ്ങനെയാണ് അത് വികസിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഹ്യൂമൻ സെല്ലിൽ നിന്ന് ഈ ഇൻസുലിൻ നിർമ്മിക്കാൻ ആവശ്യമായ വിവരങ്ങളൊക്കെ അടങ്ങിയ ആ പ്രത്യേക ജീനിനെ മാത്രം ആ ചുവന്ന നിറത്തിൽ കാണുന്ന ജീനിനെ മാത്രം വേർതിരിക്കുന്നു, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എൻസൈം ഉപയോഗിച്ച കത്രിക സിസേഴ്സ് ഉപയോഗിച്ചല്ല അത് കട്ട് ചെയ്യുന്നത്. ജീനിനെ കട്ട് ചെയ്യുന്നത് എന്തുപയോഗിച്ച്? ഒരു പ്രത്യേക എൻസൈം ഉപയോഗിച്ച്. എൻസൈമിൻ്റെ പേര് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അങ്ങനെ ആ ജീനിനെ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു ടാർഗറ്റ് സെല്ല് വേണം. ആ ടാർഗറ്റ് സെല്ലായിട്ട് ഉപയോഗിക്കുന്നത് ബാക്ടീരിയയാണ്. അതുകൊണ്ട് ഒരു ബാക്ടീരിയൽ സെല്ലാണ് ടാർഗറ്റ് സെല്ലായിട്ട് ഉപയോഗിക്കുന്നത്. ആ ബാക്ടീരിയയുടെ സെല്ലിൽ പ്രത്യേക തരത്തിലുള്ള ഒരു DNA ഉണ്ട്. ആ DNA സർക്കുലാർ DNA ഓഫ് ദ ബാക്ടീരിയം. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്ലാസ്മിഡ് എന്നാണ്. അപ്പോൾ ഈ പ്ലാസ്മിഡിലാണ് നമ്മൾ ഈ മോഡിഫിക്കേഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ ബാക്ടീരിയയുടെ സെല്ലിൽ നിന്നുള്ള ആ പ്ലാസ്മിഡിനെ നമ്മളിങ്ങ് പുറത്തേട്ടെടുത്തു, കണ്ടോ. എന്നിട്ട് ആ പ്ലാസ്മിഡിനകത്ത് അതൊരു തരം DNA ആണ്. അതിനകത്തുള്ള ബാക്ടീരിയയ്ക്ക് ആവശ്യമായ DNAയിലെ എല്ലാ കാര്യങ്ങളും ഐസൊലേറ്റ് ചെയ്തു, അതിനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ ഈ മുറിച്ചെടുത്ത ഇത്രയും ഭാഗത്ത് നമ്മൾ ഈ ഹ്യൂമൻ ജീനിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗം മുറിച്ചെടുത്തത് അവിടെ സെറ്റ് ചെയ്യുന്നതാണ് അവിടെ കാണുന്നത്. ഒട്ടിച്ച് ചേർക്കുന്നു ജോയിനിങ് ഇൻസുലിൻ ജീൻ വിത്ത് പ്ലാസ്മിഡ്. ആ പ്ലാസ്മിഡിനോട് ഈ ഇൻസുലിൻ ജീനിനെ ഒട്ടിച്ചു ചേർക്കുന്നു. അങ്ങനെ ഒട്ടിച്ചു ചേർക്കാനായിട്ട് പശയല്ല ഉപയോഗിക്കുന്നത്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ജെനറ്റിക് ഗ്ലൂ ആണ് ലിഗേസ് എന്ന് പറയുന്ന എൻസൈം. ലിഗേസ്. അപ്പോൾ ഈ ജെനറ്റിക്സിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടതിൽ ജീനിനെ മുറിക്കുവാനായിട്ട് സിസേഴ്സായിട്ട് ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലിഗേസ്, കണ്ടോ. അങ്ങനെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഈ പ്ലാസ്മിഡിനെ നമ്മൾ വിളിക്കുന്ന പേര് വെക്റ്റർ എന്നാണ്. അപ്പോൾ വെക്റ്റർ എന്ന് വെച്ചാൽ ബാക്ടീരിയക്കകത്തുള്ള പ്ലാസ്മിഡാണ് വെക്റ്റർ. അത് കഴിഞ്ഞിട്ട് ഈ വെക്റ്ററിനെ നമ്മൾ എന്ത് കാണിക്കും? വെക്റ്ററിനെ ആ ടാർഗറ്റ് സെല്ലിലേക്ക് തന്നെ മടക്കി വിടുന്നത്, ആ ടാർഗറ്റ് സെല്ലിൽ തന്നെ പ്ലേസ് ചെയ്യണം, കണ്ടോ. പ്ലേസ് ചെയ്തു. അപ്പോൾ പ്ലാസ്മിഡ് വിത്ത് ലിഗേറ്റഡ് ഇൻസുലിൻ ജീൻ ഈസ് ഇൻസർട്ടഡ് ഇൻ ടു ദ ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയകൾക്കൊരു പ്രത്യേകതയുണ്ട്, അപ്പോൾ സെക്കൻഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു ബാക്ടീരിയയ്ക്ക് ഇങ്ങനത്തെ ഒരു ബാക്ടീരിയനെ നമ്മൾ സൃഷ്ടിച്ചാൽ ഇത് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ആയിരക്കണക്കിന് മില്യൺസ് ഓഫ് ബാക്ടീരിയാസ് ആയിട്ട് മാറും, കണ്ടോ. അപ്പോൾ ഈ ബാക്ടീരിയകൾ, അപ്പോൾ ധാരാളം ബാക്ടീരിയ ഉണ്ട്, എല്ലാവർക്കും എന്തുണ്ടായിരിക്കും? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. അങ്ങനെ ഇവരെ കൊണ്ട് ഇനാക്റ്റീവായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. അതിൽ നിന്ന് ആക്റ്റീവ് ഇൻസുലിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചെറിയ ചോദ്യങ്ങൾ: ജെനറ്റിക് സീസർ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയോസ്, ജെനറ്റിക് ഗ്ലൂ, ലിഗേസ്, പിന്നെ വെക്റ്റർ എന്ന് പറയുന്നത് പ്ലാസ്മിഡ് ഓഫ് ബാക്ടീരിയം, ടാർഗറ്റ് സെല്ല് ബാക്ടീരിയം, അല്ലേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജെനറ്റിക് എഞ്ചിനീയറിംഗ് പണ്ട് തൊട്ടേ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഈ മറ്റ് ജീവികളെ നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട്. ഉദാഹരണത്തിന് ഫംഗസ് വെയർ യൂസ്ഡ് ടു പ്രിപ്പയർ ഫുഡ് ഐറ്റംസ് ലൈക്ക് ബ്രെഡ്. ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗസിനെ ഉപയോഗിച്ച് ബ്രെഡ് ഇങ്ങനെ പുളിപ്പിക്കാറുണ്ട്. അത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബയോടെക്നോളജിയുടെ ഒരു രീതിയാണ്. പിന്നെ ബാക്ടീരിയ ഉപയോഗിച്ച്, പ്രത്യേകതരം ബാക്ടീരിയനെ ഉപയോഗിച്ച് ഷുഗറിനെ, പഞ്ചസാര ലായനിയെ പുളിപ്പിച്ച് അതിൽ നിന്ന് ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ നടത്തി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വൈൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അപ്പം, കേക്ക്, അതിനൊക്കെ വേണ്ടി ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ട്രഡീഷണൽ രീതിയിലുള്ള ബയോടെക്നോളജിയാണ്. അപ്പോൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ദ മോഡേൺ ഫോം ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജിയുടെ മോഡേൺ ഫോമാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. എന്ന് വെച്ചാൽ ജീൻസ്, ജെനറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസായ ജീൻസിനെ കൂട്ടിച്ചേർത്തും മുറിച്ചും ഒക്കെ ആയിട്ട് പുതിയ സ്വഭാവങ്ങൾ, പുതിയ ജീവികളെയൊക്കെ സൃഷ്ടിക്കുന്ന പരിപാടിയാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ജീൻ തെറാപ്പി. കണ്ടോ, ജീൻ തെറാപ്പി ഈസ് എ മെത്തേഡ് of treatment in which
the genes that are responsible for disease are removed and normal functional genes are inserted in their place. എന്ന് വെച്ചാൽ ജനറ്റിക്കലി ചില ജനിതകപരമായ രോഗമുണ്ട്. എന്ന് വെച്ചാൽ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ആ മാതാപിതാക്കളുടെ രോഗത്തിൻ്റെ ജീനിനെ കണ്ടെത്തുന്നു. എന്നിട്ട് ആ ജീനിനെ റിമൂവ് ചെയ്തിട്ട് അതിനെ സ്ഥാനത്ത് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ജീനിനെ പകരം ഇൻസർട്ട് ചെയ്യുന്നു. ജനറ്റിക് ഡിസീസുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ജീൻ തെറാപ്പി ഉപയോഗിച്ച്. അപ്പോൾ ജീൻ തെറാപ്പി, ജനറ്റിക് ഡിസീസ്, ആ രണ്ട് വേർഡുകൾ. ദെൻ അടുത്ത ഭാഗത്ത് ഇപ്പം നമ്മൾ കണ്ടു ഈ രോഗമുള്ള ജീനിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇത്ര സൂക്ഷ്മങ്ങളായ ജീനുകളെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി ജീനുകളെ കണ്ടെത്താനും അവയുടെ പൊസിഷൻ ഒക്കെ അറിയാനും വേണ്ടി പണ്ട് 1990 ജീനുകളുടെ പൊസിഷൻ അറിയാൻ 1990 ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു. അതിനെയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ിലൂടെ നമുക്ക് എക്സാക്റ്റ് ജീൻ റെസ്പോൺസിബിൾ ഫോർ എ സ്പെസിഫിക് ട്രൈറ്റ്, ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ എക്സാക്റ്റ് ജീനിനെയും കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ലൊക്കേഷൻ അത് എവിടെ കാണാനായിട്ട് സാധ്യതയുണ്ട്. എക്സാക്റ്റ് ജീനിനെ കണ്ടെത്താൻ പറ്റും. ഒരു രോഗത്തിന് കാരണമാവുന്ന ഓരോ സ്വഭാവത്തിൻ്റെയും കാരണക്കാരായ ജീനുകളെ കണ്ടെത്തി അവയെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്രോജക്റ്റായിരുന്നു, ഇതിനു വേണ്ടി നടന്ന ഒരു ലോകത്തിൻ്റെ വിവിധ ലബോറട്ടറികൾ നടന്ന ഒരു പ്രോജക്റ്റായിരുന്നു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ടെക്നോളജി നോൺ ആസ് ജീൻ മാപ്പിംഗ്. മാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ രാജ്യങ്ങളുടെ പൊസിഷൻ, സ്ഥാനങ്ങൾ ലൊക്കേഷൻ കണ്ടെത്താനുള്ളതാണ്. അതുപോലെ ഓരോ ക്രോമസോം കിട്ടിയാൽ അതിൻ്റെ ഓരോ ജീനും, ഓരോ സ്വഭാവത്തിനുള്ള ജീനുകളും കൃത്യം ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ജീൻ മാപ്പിംഗ്. നമ്മൾ മനസ്സിലാക്കുക ജീനോം എന്താണെന്ന്. ജീനോം, the complete genetic material present in an organism is called genome. ഒരു ജീവിയിൽ കാണപ്പെടുന്ന മുഴുവൻ ജീനുകളുടെയും ആകെ ടോട്ടൽ ജീൻസിനെ ചേർത്ത് പറയുന്നതാണ് ജീനോം എന്ന്. അപ്പോൾ മനുഷ്യൻ്റെ ഇങ്ങനെയുള്ള മുഴുവൻ ജീനുകളെയും ജനറ്റിക് മെറ്റീരിയൽസിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനകത്ത് ഭൂരിപക്ഷവും എന്താണ്, നോൺ ഫങ്ഷണൽ ജീനാണ്. എന്ന് വെച്ചാൽ ഒരു പ്രയോജനമില്ലാത്ത, പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നുമില്ലാത്ത ജീനുകളാണ്. ഉപയോഗങ്ങളില്ലാത്ത ജീനുകളെ പറയുന്ന പേരാണ് ജങ്ക് ജീൻ. നമ്മൾ ഈ ഹ്യൂമൻ ജീനോമിലൂടെ മനസ്സിലായ കാര്യങ്ങൾ, ഒന്ന്, ഹ്യൂമൻ ജീനോം ഹാസ് എബൌട്ട് 24,000 ഫങ്ഷണൽ ജീൻസ്. നമ്മുടെ ശരീരത്തിൽ 24,000 ഫങ്ഷണൽ ജീൻസ് ഉണ്ട്. ജങ്ക് ജീൻ്റെ ഓപ്പോസിറ്റാണ് ഫങ്ഷണൽ ജീൻസ്. അതുപോലെ ബാക്കി മേജർ ഷെയർ ഓഫ് ഹ്യൂമൻ DNA ഇൻക്ലൂഡ് ജങ്ക് ജീൻ. പിന്നെ 0.2% ഡിഫറൻസ് ഇൻ DNA അമംഗ് ഹ്യൂമൻസ്. എല്ലാ മനുഷ്യരുടെയും ജീനുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 99.98% ജീനുകളും എല്ലാ മനുഷ്യരുടെ സെയിമാണ്. വെറും 0.2% ജീൻ മാത്രമേ ഒരു മനുഷ്യൻ്റെയും വേറൊരു മനുഷ്യൻ്റെയും തമ്മിൽ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ ജീനും സെയിമാണ്. അതുപോലെ നമ്മുടെ ജീനും ബാക്ടീരിയയുടെ ജീനുകൾ നോക്കിയാൽ ഏകദേശം 200 ജീൻസ് ഇൻ ഹ്യൂമൻ ജീനോം ആർ ഐഡൻറ്റിക്കൽ ടു ദോസ് ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയ്ക്കുള്ള 200 ജീനും മനുഷ്യരുടെ 200 ജീനും തമ്മിൽ സാമ്യമുണ്ട്, സെയിം ജീനാണ്. പല ഡിസീസുകൾക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അതിനുള്ള മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പല ഡിസീസുകളുടെയും മെഡിസിൻ എന്ന് പറയുന്ന പ്രോട്ടീനുകളാണ്. ആ പ്രോട്ടീൻ മനുഷ്യർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ജീവികളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ അത് ഇങ്ങനെയുള്ള ബാക്ടീരിയകളെ കൊണ്ട് നിർമ്മിക്കുന്നത് കാണാൻ പറ്റും. ഒന്ന്, ഇൻ്റർഫെറോൺസ്, അത് വൈറൽ ഡിസീസിനുള്ളതാണ്. അത് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ സംഭാവനയാണ്. പിന്നെ ഡയബറ്റീസിനുള്ള ഇൻസുലിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം. പെയിനുള്ള എൻഡോർഫിൻ, ഗ്രോത്ത് ഡിസോർഡറിനുള്ള സൊമാറ്റോട്രോപ്പിൻ, ഈ പേരുകളൊക്കെ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെക്കണം. ഇനി ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ മറ്റൊരു സംഭാവനയാണ് ഫാം അനിമൽസ്. ഫാം അനിമൽസ് എന്ന് വെച്ചാൽ മരുന്ന് തരുന്ന മൃഗങ്ങൾ. ഇതുവരെ ബാക്ടീരിയനെ ഉപയോഗിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ മരുന്നുകൾ, ഈ മെഡിസിൻസൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബാക്ടീരിയയുടെ കൾച്ചറിങ് ഭയങ്കര ചിലവേറിയതാണ്. എന്ന് വെച്ചാൽ ബാക്ടീരിയനെ വളർത്തുന്നതും പെരുകിപ്പിക്കുന്നതൊക്കെ വളരെ പൈസ മുടക്കുള്ള, വളരെ കെയർഫുള്ളായിട്ടുള്ള രീതിയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് മറ്റ് അനിമൽസിനെ കൊണ്ട്, അനിമൽസിൽ ഈ ജീനുകൾ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അവരുടെ സെൽസിൽ ഈ ഇൻസുലിൻ പോലെയുള്ള വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് അവരുടെ നമുക്കത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ? ഫ്രം ദ ബ്ലഡ് ഓർ മിൽക്ക് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് അനിമൽസ്. അതുപോലെ തന്നെ പ്ലാന്റ്സിലും ജനറ്റിക് മോഡിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. ഇൻസെക്ട്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ആ പ്ലാന്റ്സിന് നമ്മൾ ഇൻസെക്ടിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. നട്ട് കഴിഞ്ഞാൽ ഒറ്റ കീടങ്ങൾ അതിനെ ആക്രമിക്കില്ല. കാരണം ആ കീടങ്ങളെ, ഇൻസെക്റ്റുകളെ നശിപ്പിക്കാൻ പറ്റിയ അവരെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്ന ചില ജീനുകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ചില പ്ലാന്റ്സാണ് BT ബ്രഞ്ചാൾ, BT വഴുതന, സോയാബീൻ,
കോട്ടൺ, മെയ്സ് അങ്ങനെയുള്ള ചില പ്ലാന്റ്സിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി എൻഷ്യൂർ ദാറ്റ് ദർ ആർ നോ ഹാംഫുൾ കൺസിക്വൻസസ് ടു ഹ്യൂമൻ ഓർ നേച്ചർ. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്ലാന്റ്സും അനിമൽസും മനുഷ്യർക്കോ പ്രകൃതിക്കോ അല്ലെ നേച്ചറിന് ഒരു തരത്തിലുള്ള ദോഷകരമായ കോൺസിക്വൻസും ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. DNA ഫിംഗർ പ്രിൻറ്റിങ്, ഫിംഗർ പ്രിൻറ്റ് വേറൊരാൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ DNA ഫിംഗർ പ്രിൻ്റ് എന്ന് പറയാൻ കാരണം ദ ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA പ്രൊഫൈലിംഗ് എന്ന് വെച്ചാൽ ഒരാളുടെ DNAയിലുള്ള ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം നോക്കി വേറൊരാളായിട്ട് ഒത്തുനോക്കി ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ക്ലോസ് രക്തബന്ധമുള്ള ആളുകളുടെ DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണ രീതി തമ്മിൽ ചില റിസംബ്ലൻസ്, ചില സാമ്യങ്ങളുണ്ട്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് എമംഗ് ക്ലോസ് റിലേറ്റീവ്സ് ഹാസ് മെനി സിമിലാരിറ്റീസ്. ഇത് ഉപയോഗിച്ച് ഒരു കുട്ടീനെ കാണാതെ എവിടെ നിന്നെങ്കിലും കിട്ടി, അപ്പോൾ അതിൻ്റെ റിയൽ പേരൻസിനെ കണ്ടെത്താൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ എവിടെയെങ്കിലും മർഡറൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, കൊലയാളിയുടെ മുടിയോ അല്ലെങ്കിൽ അവരുടെ രക്തമോ എന്തിൻ്റെയും സാമ്പിൾ നോക്കി നമുക്ക് അതിനെ കണ്ടെത്താൻ പറ്റും, ആ കൊലയാളിയെ തിരിച്ചറിയാൻ പറ്റും. ജെനറ്റിക് എൻജിനീയറിങ് പലതരത്തിൽ ആളുകൾ ഭാവിയിൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ത്രെറ്റ് ടു ഇൻഡിജിനസ് വെറൈറ്റീസ്. നമ്മുടെ നാടൻ പ്ലാന്റ്സും അനിമൽസും എല്ലാം ആളുകൾ വിട്ടിട്ട് ഇങ്ങനെ ജെനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ അനിമൽസിൻ്റെ പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. അതോടുകൂടി നമ്മുടെ പാരമ്പര്യ അല്ലെങ്കിൽ നമ്മളുടെ നാടൻ ഇനങ്ങൾ ഇൻഡിജിനസ് വെറൈറ്റീസൊക്കെ വംശനാശം സംഭവിച്ച് എൻഡേഞ്ചേർഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് പലതരത്തിലുള്ള വൈറസുകൾ, ബാക്ടീരിയകളൊക്കെ സൃഷ്ടിക്കാൻ പറ്റും. വലിയ രോഗങ്ങൾ അല്ലെ, ഇതുവരെ ഇല്ലാത്ത പുതിയ രോഗങ്ങളൊക്കെ സൃഷ്ടിക്കാൻ പറ്റിയ ബാക്ടീരിയകളൊക്കെ യൂസ് ചെയ്ത് ബാക്ടീരിയകളൊക്കെ സൃഷ്ടിച്ച് അതുപയോഗിച്ച് ഒരു ബയോ വാറ് തന്നെ, ജൈവ യുദ്ധം നടത്താൻ പറ്റും. അങ്ങനെ ഒരു രാജ്യങ്ങളെ മുഴുവൻ മാരക രോഗങ്ങൾ കടിമപ്പെടുത്തി അവരെ നശിപ്പിക്കാനായിട്ട് പറ്റും. ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ വയലേഷൻ ഓഫ് റൈറ്റ്സ് എന്നുള്ള മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഒരു ജീവിക്ക് അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് അതിൻ്റെ ഇപ്പോൾ പശുവാണെങ്കിൽ അതിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല, പക്ഷെ നമ്മൾ ചില ജീനുകളൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്ത് അതിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തുക, അത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പശുവായിട്ട് മാറുന്നു. അപ്പോൾ അതിന് ആ പശു എന്ന് പറയുന്ന ആ പശുവിൻ്റെ സ്വഭാവത്തിന് പകരം ഒരു പുതിയ സ്വഭാവം കൂട്ടിച്ചേർത്ത പശുവിൻ്റെ തനിമ, അതിൻ്റെ ആ നേച്ചർ തന്നെ വ്യത്യാസപ്പെടുത്താനായിട്ട് പറ്റുക. അപ്പോൾ ഓരോ ജീവിക്കും അതെങ്ങനെയായിരുന്നോ അതേ സ്വഭാവത്തിലിരിക്കാനുള്ള ഒരു അവകാശമുണ്ടല്ലോ. നമ്മളതിനെല്ലാം മാറ്റുക ഇത് ഉപയോഗിച്ച്. അങ്ങനെ ഒരു വയലേഷൻ നടത്തുക. അവരുടെ അവകാശങ്ങളെ ജീവിക്കാനുള്ള, ആ പശുവായിട്ട് തന്നെ ജീവിക്കാനുള്ള അവകാശത്തെ നമ്മൾ വയലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വഴുതനയായിട്ട് നിലനിൽക്കാനുള്ള അവകാശത്തെ നമ്മൾ അതിൽ പുതിയ ചില സാധനങ്ങളൊക്കെ ചേർത്ത് അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുന്നു. അത് അവരോട് ചെയ്യുന്ന ഒരു അനീതിയാണെന്ന് വാദിക്കുന്നവരുണ്ട്. ഓക്കെ.